വിഷ്ണു, കേരളം നിരന്തരം കള്ളം പറയുന്നു കേന്ദ്രം നൽകാനുള്ള തുകയിൽ എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നു പോലും പറഞ്ഞത്. ഇന്നിപ്പോൾ ഇന്നലെയും ഇന്നുമായി രാജ്യ തലസ്ഥാനത്ത് കേന്ദ്ര നയങ്ങൾക്കെതിരെ ഒരു കൂട്ടം സംസ്ഥാനങ്ങൾ സമരം ചെയ്യുമ്പോൾ കേരളവും കർണാടകവും തമിഴ്നാടും ദില്ലിയും പഞ്ചാബും കശ്മീരും അങ്ങനെ എല്ലാവരും കള്ളം പറയുന്നു എന്നുള്ള വാദം ഇനി നിങ്ങൾ ആവർത്തിക്കുമോ? NDAക്കെതിരെയുള്ള പ്രതിപക്ഷത്തൊരു സഖ്യമുണ്ട്, INDA സഖ്യം. INDA സഖ്യത്തിൻ്റെ ഭാഗമായ കക്ഷികളാണല്ലോ CPM-ഉം കാശ്മീരിലെ ഫാറൂഖ് അബ്ദുള്ളയും മഹാരാഷ്ട്രയിലെ ഉദ്ധവ് പക്ഷവും കർണാടകയിലെ കോൺഗ്രസും തമിഴ്നാട്ടിലെ സ്റ്റാലിനും AAP ഉള്ളവർ. അല്ലാതെ ഏതെങ്കിലും നിഷ്പക്ഷമായി നിൽക്കുന്നവരാണോ? അല്ലോ. വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന സഖ്യത്തിൻ്റെ ഒരു സമരം എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു സമര നാടകം മാത്രമാണ്. കേരളത്തെയും ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെയുമെല്ലാം ഞെരുക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പ്രചരണം മാത്രമാണ് ഡൽഹിയിൽ ചെന്ന് മുഖ്യമന്ത്രി ചെയ്തത്. ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യുന്ന മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരുമൊക്കെ നവകേരള യാത്ര പോലുള്ള ദൂർത്തുകൾ ഒഴിവാക്കി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പദ്ധതികൾ നാട്ടിൽ അവതരിപ്പിച്ച് തനത് വരുമാനവും നികുതിയുമൊക്കെ വർദ്ധിപ്പിക്കുവാനും ഇവിടെ പിരിഞ്ഞു കിട്ടാനുള്ള നികുതിയുമൊക്കെ പിരിച്ചെടുത്തിരുന്നെങ്കിൽ, കൃത്യസമയത്ത് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നില്ല. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾക്കാണ്. അതുകൊണ്ട് അവരുടെ ഭരണ മികവില്ലായ്മയും ധനകാര്യ മാനേജ്മെൻറ്റിലെ കെടുകാര്യസ്ഥതയുമാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടം വാങ്ങി മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത്. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തി സീറോ ആവാന്നല്ലാതെ യാതൊരുവിധ ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ നിന്ന് പോയ മന്ത്രിമാരും CPM-ന്റെ MLA-മാരും ഡൽഹിയിൽ പോയി തണുപ്പ് കൊണ്ടത് മാത്രം മിച്ചമാകുമെന്ന് ഞങ്ങൾക്ക് പറയാം. ഈ കേരളത്തിന്റെ ധനസ്ഥിതി ജനങ്ങൾ ഇത്രമാത്രം ചർച്ച ചെയ്തൊരു കാലയളവ് ഇതിനു മുൻപ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർത്തുന്ന വാദങ്ങളുടെയൊക്കെ പൊള്ളത്തരം സാധാരണക്കാർക്ക് അറിയാം. നോക്കൂ വിഷ്ണു, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണല്ലോ നികുതി വിഹിതം എന്ന് പറയുന്നത്. കേന്ദ്രം കേരളത്തിന് നൽകുന്ന നികുതി വിഹിതം എത്രയാണ്? 1 രൂപ കേരളം കൊടുക്കുമ്പോൾ മടക്കി കൊടുക്കുന്ന വിഹിതം എത്രയാണ്? മറ്റുള്ള സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്താൽ വിഷ്ണു ആ കണക്കൊന്ന് പറയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ 1 രൂപ കൊടുക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്നതിനേക്കാൾ കുറച്ച് രൂപയാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ തിരികെ കിട്ടുന്നത്. അത് പല മാനദണ്ഡങ്ങൾ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളതാണ്. കേരളത്തെക്കാൾ കിട്ടുന്ന കുറവ് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന ഗുജറാത്തുണ്ട്, മഹാരാഷ്ട്ര അടക്കമുള്ളപ്പോൾ കേരളം നിയമത്തിനും ഇവിടെയുള്ള മാനദണ്ഡങ്ങൾക്കും അതീതമായി ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ലഭിക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നടക്കില്ല. കേരളം എന്തെങ്കിലും കൂടുതൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വിഷ്ണു പറഞ്ഞ നികുതി വിഹിതത്തിന്റെ കണക്ക് പല മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് ജനസംഖ്യയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ 15ാം ധനകാര്യ കമ്മീഷൻ ഈ നികുതി വിഹിതം തീരുമാനിക്കുമ്പോൾ അതിന് ആധാരമാകുന്ന ഒരു മാനദണ്ഡം ജനസംഖ്യ. കേരളത്തിലെ ജനസംഖ്യ അനുസരിച്ച് നിലവിൽ കിട്ടുന്ന നികുതി വിഹിതം 15,120 കോടി രൂപയാണ്. ഏകദേശം കേരളത്തിന് അടുത്ത ജനസംഖ്യയുള്ള അസമിന് കിട്ടുന്നത് 25,544 കോടി. 4 കോടി ജനസംഖ്യയുള്ള ഒഡീഷയ്ക്ക് കിട്ടുന്നത് 36,977 കോടി. വിവേചനമില്ലേ? അല്ല, അസമിന് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അസം കിഴക്കൻ സംസ്ഥാനമാണ്. കേന്ദ്ര സർക്കാർ, നമുക്കറിയാം, രാജ്യം സ്വതന്ത്രമായി 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസനത്തിൽ വളരെ പിന്നോക്കം പോയ സംസ്ഥാനങ്ങളാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസം മാത്രമല്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെയുണ്ട്. അവിടെയൊക്കെ സാമൂഹ്യമായും സാമ്പത്തികമായും ഇപ്പോഴും വംശീയപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നിടത്ത് വലിയ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു പെട്രോൾ പമ്പ് പോലും കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഏത് സംസ്ഥാനമാണെന്ന് ഞാൻ ഇപ്പോൾ ആ പേര് ഓർക്കുന്നില്ല, വന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അത്രയ്ക്ക് സാമ്പത്തികമായി പിന്നോക്കവും സാമൂഹ്യമായി പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥയും നിലനിരുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെ ഗോത്രവർഗ മേഖലയിലേക്ക് രാജ്യത്തിൻ്റെ കേന്ദ്രീകരണത്തിലേക്ക് കൊണ്ടുവന്നത് NDA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. അവിടെ വിവേചനം അവസാനിക്കപ്പെട്ടു. കിഴക്കൻ സംസ്ഥാനങ്ങളെയും കേരളത്തെയും നമുക്ക് ഒരുപോലെ കമ്പയർ ചെയ്യാൻ സാധിക്കുമോ? മറ്റെല്ലാ കാര്യത്തിലും പറയുമല്ലോ കേരളമാണ് 1ാം സ്ഥാനത്തെന്ന്. അതേ രീതിയിൽ വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തെ മറ്റ് ഒരു ചെറിയ സംസ്ഥാനത്തോടും കമ്പയർ ചെയ്യാൻ കഴിഞ്ഞില്ല? കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ രാഷ്ട്രീയമോ ഭരണമോ അവിടുത്തെ ഒരു കക്ഷിയോ ഒന്നും കേന്ദ്ര സർക്കാർ മാനദണ്ഡമാക്കിയിട്ടില്ല. അത് രാജ്യത്തിൻ്റെ ചില മേഖലകളിൽ വലിയ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അതെല്ലാം പരിഹരിക്കണമെങ്കിൽ സാമ്പത്തികമായ പ്രത്യേക സ്ഥിതികൾ അവിടെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതിൻ്റെ ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ആ മേഖലയിൽ വിജയിച്ചിട്ടുമുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ആകെ കടമെടുക്കാവുന്ന തുകയിൽ ഏറ്റവും ഒടുവിൽ ചോദിച്ച 7,000 കോടി 7,600 തുച്ഛമായ കുറച്ച് പൈസയും കൂടെ അതിന്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഫിഗർ കൃത്യമായി ഓർക്കുന്നില്ല.
അത് ചോദിക്കുമ്പോൾ അതിൽ 5600 കോടിയും വെട്ടിക്കുറയ്ക്കുന്നത് അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ല, ഈ പരിധികളൊക്കെ നിശ്ചയിക്കുന്നത് സാമ്പത്തിക മാനദണ്ഡങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ്. അത് രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല അസുത, എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ പരിമിതികളും അവരുടെ വരവ് ചിലവ് കണക്കുകളെല്ലാം കൃത്യമായി പരിശോധിച്ചാണ് കേന്ദ്ര സർക്കാർ നയം തീരുമാനിക്കുന്നത്. അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയില്ല? നോക്കൂ വിഷ്ണു, നോക്കൂ, സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അത് നടക്കട്ടെ. നോക്കൂ, ഇങ്ങനെ വിഷ്ണു പറയുന്നത് അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരേ നയമാണെങ്കിൽ ഇപ്പോൾ ദില്ലിയിൽ പ്രതിഷേധമുയർത്തുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഒന്നുപോലെ കള്ളം പറയുന്നു എന്നുള്ളതാണോ കേന്ദ്രത്തിന്റെ വാദം? അല്ല അസുത, നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് 60 ദിവസങ്ങൾക്കകത്തേ ഉള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായി ഒരു രാഷ്ട്രീയമായ ഐക്യം ചേർന്നിട്ടുള്ള കക്ഷികളാണ് CPM-ഉം CPI-യും AAP-യും ഈ പറയുന്ന മറ്റ് കക്ഷികളെല്ലാവരും. ഇവർ ഒരുമിച്ച് നിന്ന് പലതരത്തിലുള്ള സമരങ്ങളും പാർലമെന്റ് നടക്കുന്ന സമയത്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറ്റൊരു ലാക്കം കൂടിയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങൾ വരുന്നു. അത് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് കടന്നത്. അദ്ദേഹത്തിന് പറയട്ടെ എന്ന് പ്രഖ്യാപിച്ചു എന്നും ഈ സമരം എന്ന് പ്രഖ്യാപിച്ചു എന്നത് കൂടി വിഷ്ണു പറയണം. വാദങ്ങൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അങ്ങ് പറഞ്ഞു. ഞാൻ ഒരു തരത്തിലുള്ള അന്യായമായ പല വാദങ്ങൾ ഞാൻ ഉയർത്തിയില്ല. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിർണായകമായ അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കട്ടെ. കേരളം എന്ന് പ്രഖ്യാപിച്ചതാണ് വിഷ്ണു. അപ്പോൾ അത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ മറികടക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ അരി കഴിക്കുന്ന ആര് വിശ്വസിക്കും? അരിയാഹാരം കഴിക്കുന്ന ആര് വിശ്വസിക്കും എന്നത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നോക്കൂ, പറഞ്ഞതിനൊക്കെ പൂർത്തിയാക്കി പോകണമല്ലോ സുധാ. അപ്പോൾ ഈ സമരം നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെയാണ് അന്വേഷണത്തിന്റെ കൃത്യമായ താരതമ്യത്തിലേക്ക് കടന്നത്. ഇപ്പോൾ എക്സാലോജിക്ക് കോടതിയിൽ പോയിരിക്കുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് ഞങ്ങൾക്ക് ബന്ധമില്ല. ഒരു സ്വകാര്യ വ്യക്തി കോടതിയിൽ പോയിരുന്നു. KSIDCയിൽ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ എത്തുമെന്ന് അറിയിച്ചപ്പോൾ അവിടെ അന്വേഷണം പോലും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് അന്നേ ദിവസം വക്കീലിനെ അയച്ച സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ മടിയിൽ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ പ്രചരണങ്ങൾ നടത്തുന്നത്. ശരി വിഷ്ണു പറയുന്ന ആ വാദത്തിൽ ഒരു അടിസ്ഥാനമില്ല. കാരണം അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്നാണെന്നും ഈ സമരം പ്രഖ്യാപിക്കുന്നത് എന്നാണെന്നും ശരി, ജനങ്ങൾ തീരുമാനിക്കട്ടെ.